മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. ഇന്ന് നമ്മൾ അടുത്ത മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മൾ ഓർഗനൈസിങ് വരെയുള്ള കാര്യങ്ങൾ ചാപ്റ്ററുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഷോർട്ടായിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ ഒരു ക്ലാസ്സിലൂടെ. നമുക്കത് നോക്കാം. ആദ്യം തന്നെ ലീഡർഷിപ്പിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് എന്താണ്, മീനിങ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. Leadership is the process of influencing the behavior of others to work willingly and enthusiastically for achieving predetermined goals. അതായത് നമ്മുടെ ആ ഒരു സ്ഥാപനത്തിൻ്റെ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യം നേടുന്നതിന് വേണ്ടി അത് മറ്റുള്ള ആളുകളുടെ സഹകരണത്തോടു കൂടി അവർ വില്ലിംഗ്ലി ആൻഡ് enthusiastically സ്വമനസാല് ഉത്സാഹത്തോടുകൂടി മറ്റുള്ള ആളുകളുടെ ആ ഒരു പ്രവർത്തികൾ അല്ലെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്ന ആ ഒരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ലീഡർഷിപ്പ് എന്ന് പറയാം. ലീഡർഷിപ്പ് ഈസ് ദി പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ്, മറ്റുള്ളവരെ സ്വാധീനിക്കുകയാണ് അല്ലേ. എന്തിനു വേണ്ടിയാണ്? ബിഹേവിയർ ഓഫ് അതേഴ്സ് ടു വർക്ക് വില്ലിംഗ്ലി ആൻഡ് enthusiastically സ്വമനസാല് ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു മാനേജർ എടുക്കുന്ന അയാളുടെ ആ ഒരു പ്രോസസ്സിനെയാണ് ലീഡർഷിപ്പ് എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഒരു ഡെഫിനേഷൻ GR ടേറി പറഞ്ഞിട്ടുണ്ട്. ലീഡർഷിപ്പ് ഈസ് ദി ആക്ടിവിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ, മറ്റുള്ള ആളുകളെ സ്വാധീനിക്കുന്ന പ്രക്രിയയാണ് ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ടു ട്രൈ വില്ലിംഗ്ലി ഫോർ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, ആ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി സ്വമനസാലെ ആ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി മറ്റുള്ള ആളുകളെ സ്വാധീനിക്കുന്ന ആ ഒരു പ്രക്രിയ നമുക്ക് എന്ത് വിളിക്കാം? ലീഡർഷിപ്പ് എന്ന് വിളിക്കാം. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ലീഡർഷിപ്പിൻ്റെ ട്രേറ്റ്സ് ഓർ ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ. ഒരു നല്ലൊരു ലീഡറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്, ട്രേറ്റ്സ് എന്തൊക്കെയാണ്? വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആൻസറെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. എ ലീഡർ ഷുഡ് പോസസ് സർട്ടൻ ക്വാളിറ്റീസ് വിച്ച് ഈസ് ഹെൽപ്ഫുൾ ടു ഇൻഫ്ലുവൻസ് ദ ഗ്രൂപ്പ് ഫോർ അച്ചീവിങ് ദ ബെസ്റ്റ് റിസൾട്ട് ഫ്രം ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കുറേ ആളുകളെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുക. ആ ഒരു ക്വാളിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, പേഴ്സണൽ ട്രേറ്റ്സ് എന്നും മാനേജീരിയൽ ട്രേറ്റ്സ് എന്നും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് പേഴ്സണൽ ട്രേറ്റ്സ് ആണ്. അതായത് ഒരു വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസാണ് പറയുന്നത്. ഇൻ്റലിജൻസ് ആണ് ഒന്നാമത്തത്. അതായത് അദ്ദേഹത്തിന് ആവശ്യത്തിന് അറിവുണ്ടായിരിക്കണം, ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കണം അല്ലെ, ബുദ്ധിശക്തിയുള്ള വ്യക്തിയായിരിക്കണം. ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് അയാൾക്ക് ചിന്തിക്കാനുള്ള ആ ഒരു കഴിവുണ്ടായിരിക്കണം. തിങ്ക് ക്ലിയർലി, അനലൈസ് പ്രോബ്ലംസ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അതിനെ വിശകലനം ചെയ്യാനുള്ള കഴിവ്. ആൻഡ് ഫോളോ ദം ആക്യുറേറ്റ്ലി, കൃത്യമായിട്ട് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കണം അല്ലേ, സ്ട്രോങ് വിൽ പവർ ഉണ്ടായിരിക്കണം, നല്ലൊരു ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം അല്ലേ. ഫോർസൈറ്റ് ആൻഡ് വിഷൻ ഉണ്ടായിരിക്കണം, കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. ഇനീഷ്യേറ്റീവ് ഉണ്ടായിരിക്കണം, കാര്യങ്ങൾ മുൻകൈ എടുത്ത് നടപ്പിലാക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. സൗണ്ട് ഫിസിക് ഉണ്ടായിരിക്കണം, ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടായിരിക്കണം അല്ലേ, എങ്കിൽ മാത്രമേ ഒരു നല്ലൊരു മെൻ്റൽ ഹെൽത്തും ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗണ്ട് ഫിസിക് ഉണ്ടായിരിക്കണം. ദെൻ ഡൈനാമിക് പേഴ്സണാലിറ്റി ആയിരിക്കണം, അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ പ്ലസൻ്റായിട്ട് മറ്റുള്ള ആളുകളോട് ഇടപെടുന്ന വ്യക്തിയായിരിക്കണം. അപ്രോച്ചബിൾ ആയിരിക്കണം, ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ വന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഒബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം, അതായത് പക്ഷപാതരഹിതമായിട്ട് പെരുമാറുന്നൊരു വ്യക്തിയായിരിക്കണം. ലീഡർ ഷുഡ് ബി ഫെയർ ആയിരിക്കണം, അൺബയാസ്ഡ് ആയിരിക്കണം. അൺബയാസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പക്ഷപാതമില്ലാതെ പെരുമാറുക എന്നുള്ളതാണ്, ബയാസ് ഇല്ലാതെ പെരുമാറുക എന്നുള്ളതാണ്. ഫെയർ ആയിരിക്കണം, നീതിപൂർവകമായിട്ട് പെരുമാറുന്നത്. ആൻഡ് ഫ്രീ ഫ്രം പേഴ്സണൽ പ്രജുഡിസസ്, വ്യക്തിപരമായിട്ടുള്ള മുൻധാരണകൾ, അത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം. എമ്പതറ്റിക് ആയിരിക്കണം, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന ആ ഒരു കഴിവിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. ദെൻ റെസ്പോൺസിബിൾ ആയിരിക്കണം, ദെയർ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ്, അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് ചെയ്യുന്ന പ്രവർത്തികളുടെ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടി മനസ്സാടിക്കുന്ന വ്യക്തിയായിരിക്കണം. ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം അല്ലേ, ഇമോഷണൽ മെച്യൂരിറ്റിയുള്ള വ്യക്തിയായിരിക്കണം. ടാക്റ്റ്ഫുൾ ആയിരിക്കണം, അതായത് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ ചാതുര്യത്തോടുകൂടി അല്ലെങ്കിൽ നയപരമായിട്ട് അതിനെ പരിഹരിക്കാനുള്ള ഒരു ടാക്റ്റ്ഫുൾനെസ് അല്ലെങ്കിൽ നയചാതുര്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദെൻ മാനേജീരിയൽ ട്രേറ്റ്സിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ട്രേറ്റ്സ്, അദ്ദേഹത്തിന് ടെക്നിക്കൽ നോളജ് ഉണ്ടായിരിക്കണം, അദ്ദേഹത്തിന് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനും ഇൻഫോംഡ് ഡിസിഷൻ, കാര്യങ്ങളൊക്കെ പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസിഷൻ എടുക്കാനും കഴിവുള്ള വ്യക്തിയായിരിക്കണം. ഓർഗനൈസിങ് എബിലിറ്റി ഉണ്ടായിരിക്കണം, ആ ഓർഗനൈസേഷൻ്റെ ഗോൾ നേടുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള വിഭവങ്ങളെ റിസോഴ്സസിനെ ഒക്കെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം. എബിലിറ്റി ടു ഡീൽ വിത്ത് പീപ്പിൾ, ആസ് എ മാനേജർ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ ബീങ്സിനെ അവരുടെ റിലേഷൻഷിപ്പൊക്കെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവരുടെ ഇമോഷൻസും മറ്റു കാര്യങ്ങളും താല്പര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരുമായിട്ടൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി കഴിവുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ അതൊക്കെ ഒരു മാനേജർ എന്ന നിലയിലുള്ള കഴിവുകളാണ് അല്ലേ. അപ്പോൾ ഇത്രയും കഴിവുകളാണ്
ഒരു ട്രേറ്റ്സാണ് ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ലീഡർഷിപ്പ് തിയറീസാണ്. അപ്പോൾ ലീഡർഷിപ്പ് തിയറീസ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട തിയറീസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ ലീഡർഷിപ്പ് ആൻഡ് അതോറിറ്റി, അത് നമ്മൾ ഡിഫറൻസ് ആദ്യം ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളെ നിർബന്ധിക്കാതെ, കൊയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുകയോ മറ്റോ ചെയ്യാതെ ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടുന്നതിന് വേണ്ടി മറ്റുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രക്രിയ ലീഡർഷിപ്പ് എന്ന് പറയും. അതോറിറ്റി എന്ന് പറയുമ്പോൾ അത് ഒരാളുടെ ഫോർമൽ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ മാനേജർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾ കൊണ്ട് ജോലി എടുപ്പിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ അധികാരമാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? അധികാരം എന്നല്ലാതെ മറ്റുള്ള ആളുകളെ വില്ലിങ്ങായിട്ട് അവർക്ക് സ്വമനസാലെ ജോലി എടുപ്പിക്കുന്ന പ്രക്രിയയാണ് ലീഡർഷിപ്പ് എന്ന് പറയാം. അത് ലീഡർഷിപ്പും അതോറിറ്റിയും നമ്മൾ ജസ്റ്റ് ഒരു ഡിഫറൻസ് ആയിട്ട് പറയുന്നതാണ്. ദെൻ നമുക്ക് നോക്കാം ലീഡർഷിപ്പ് തിയറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലീഡർഷിപ്പ് തിയറീസിൽ ഒന്നാമത്തെ തിയറി ട്രേറ്റ് തിയറീസ് ആണ്, 2 ബിഹേവിയറൽ തിയറീസ്, 3 കണ്ടിൻജൻസി തിയറീസ്, 4 ട്രാൻസ്ഫോർമേഷണൽ തിയറീസ്. ഇത്രയും തിയറീസാണ് ഈ ലീഡർഷിപ്പ് തിയറീസ് ആയിട്ട് പെടുക. നമുക്ക് ട്രേറ്റ് തിയറീസ് ഓഫ് ലീഡർഷിപ്പ് നമുക്ക് ആദ്യം നോക്കാം. അതിൽ ഫോക്കസ് ഓൺ ഐഡൻറ്റിഫൈയിങ് ഇൻഹെറൻറ്റ് ട്രേറ്റ്സ് ദാറ്റ് ഡിസ്റ്റിങ്വിഷ് ലീഡേഴ്സ് ഫ്രം നോൺ ലീഡേഴ്സ്. ഒരു നേതാവല്ലാത്ത മറ്റ് വ്യക്തികളിൽ നിന്ന് തരംതിരിക്കുന്ന ഇൻഹെറൻ്റ് ആയിട്ടുള്ള ട്രേറ്റ്സ്, ഒരാൾക്കുണ്ടായിരിക്കേണ്ട ലീഡർക്കുണ്ടായിരിക്കേണ്ട പ്രത്യേക സ്വഭാവ ഗുണങ്ങൾ, അല്ലേ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ, അത് നമ്മൾ ആദ്യം കണ്ടു. അതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ട്രേറ്റ് തിയറി പറയുക. അത് ലീഡർക്കുണ്ടായിരിക്കേണ്ട ട്രേറ്റ്സിനെ ഇവിടെ 3 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഫിസിക്കൽ ട്രേറ്റ്സ്, അതായത് അദ്ദേഹം എനർജറ്റിക് ആയിരിക്കണം, ഗുഡ് അപ്പിയറൻസ്, അല്ലെങ്കിൽ ടോൾ ആയിരിക്കണം, ഹാൻസം ആയിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉണ്ടെങ്കിൽ അത് ലീഡർഷിപ്പിന് അല്ലെങ്കിൽ ലീഡർ എന്ന നിലയിൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഇവിടെ പറയുക. ദെൻ സോഷ്യൽ ട്രേറ്റ്സ് ഉണ്ടായിരിക്കണം, അദ്ദേഹത്തിന് ഒരു കരീസ്മ ഉണ്ടായിരിക്കണം, മറ്റുള്ള ആളുകളെ ആകർഷിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കണം, ടാക്റ്റ്ഫുൾ നയചാതുര്യം ഉണ്ടായിരിക്കണം, ഡിപ്ലോമാറ്റിക് എന്ന് പറഞ്ഞാലും ടാക്റ്റ്ഫുൾ ഏകദേശം ഒരേ അർത്ഥമാണ്, നയപരമായിട്ട് ആളുകളോട് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ടായിരിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട് സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കണം, അഡാപ്റ്റബിൾ ആയിരിക്കണം, അതായത് മാറ്റങ്ങളുണ്ടാകുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം, അസേർട്ടീവായിട്ട് നിശ്ചയത്തോടുകൂടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കണം, ഇമോഷണലി ഒക്കെ സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ സ്ട്രെങ്ത്, അതായത് ഈ ട്രേറ്റ് തിയറിയുടെ സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് യൂസ്ഫുൾ ഇൻ സെലക്ടിങ് ലീഡേഴ്സ് ബേസ്ഡ് ഓൺ ട്രേറ്റ്സ്. അതായത് നമുക്ക് ലീഡേഴ്സിനെ അവരുടെ ഗുണഗണങ്ങൾ വെച്ചുകൊണ്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള തിയറി സഹായിക്കുന്നു എന്നുള്ളതാണ്. ഈ തിയറിയുടെ ഒരു പോസിറ്റീവ് വശമാണ് ഇവിടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. തിയറിയുടെ ലിമിറ്റേഷനായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുന്നത് ട്രേറ്റ്സ് അലോൺ ഡു നോട്ട് കൺസിസ്റ്റൻ്റ്ലി പ്രെഡിക്റ്റ് ലീഡർഷിപ്പ് എഫക്റ്റീവ്നെസ് ഓഫ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ആർ ഇഗ്നോർഡ്. എപ്പോഴും ഇത്തരത്തിലുള്ള ട്രേറ്റുകളുള്ള വ്യക്തികളെല്ലാം നല്ല ലീഡേഴ്സ് ആകണമെന്നില്ല. ഓരോ സിറ്റുവേഷനിലും കൃത്യമായിട്ട് പെരുമാറാൻ കഴിയുന്ന, അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ലീഡേഴ്സ് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റുക. ദെൻ രണ്ടാമത്തെ ബിഹേവിയറൽ തിയറീസ് ഓഫ് ലീഡർഷിപ്പാണ്. ബിഹേവിയറൽ തിയറീസിൽ പറയുന്നത് നോക്കുക, അതിൽ പ്രധാനമായിട്ടും 3 തിയറീസാണുള്ളത്. ആദ്യം നമ്മൾ നോക്കുന്നത് കോട്ട് ലെവിൻസ് സ്റ്റഡീസ് അറ്റ് ദി യൂണിവേഴ്സിറ്റി ഓഫ് ലോവയാണ്. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് ലോവയിൽ നടന്ന കോട്ട് ലെവിൻ്റെ സ്റ്റഡീസിനെ കുറിച്ചാണ് പറയുക. അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം ദർ ആർ 3 ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ലീഡർഷിപ്പ് സ്റ്റൈൽസ് 3 ആണുള്ളത്. ഡെമോക്രാറ്റിക് സ്റ്റൈലുണ്ട്. അതിലൊന്നാമത്തെ ഡെമോക്രാറ്റിക് സ്റ്റൈലാണ്. ഇറ്റ് ഇൻവോൾവ്സ് എംപ്ലോയി ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഡെലിഗേറ്റ്സ് അതോറിറ്റി, എൻകറേജ് പാർട്ടിസിപ്പേഷൻ ആൻഡ് യൂസസ് ഫീഡ്ബാക്ക് ടു ട്രെയിൻ എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിൻ്റെയൊക്കെ സഹകരണത്തോടുകൂടി അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പങ്കെടുത്ത് അവർക്ക് അധികാരങ്ങളൊക്കെ വിട്ടുകൊടുത്ത്, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ ഡെമോക്രാറ്റിക് സ്റ്റൈലിനെ തന്നെ നമ്മൾ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു കൺസൾട്ടേറ്റീവ് എന്നും പാർട്ടിസിപ്പേറ്റീവ് എന്നും 2 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഡെമോക്രാറ്റീവ് കൺസൾട്ടേറ്റീവ് ലീഡർ, അതായത് ഡെമോക്രാറ്റിക് സ്റ്റൈലിലെ കൺസൾട്ടേറ്റീവ് ലീഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സീക്സ് ഇൻപുട്ട് ബട്ട് മേക്സ് ദ ഫൈനൽ ഡിസിഷൻ. അപ്പോൾ അവർ കൺസൾട്ടേഷൻ നടത്തും, അത് എംപ്ലോയീസിനോട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും, പക്ഷേ ആ ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ആര് തന്നെയായിരിക്കും? മാനേജർ തന്നെയായിരിക്കും, അല്ലേ? ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേറ്റീവ് ലീഡർ ആണെങ്കിലോ ഈ ഓപ്പൺ അലോസ് എംപ്ലോയീസ് ടു പുട്ട് ദെയർ സജഷൻ. അപ്പോൾ പാർട്ടിസിപ്പേറ്റീവ് ലീഡർ ആണെങ്കിൽ ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ എംപ്ലോയീസിൻ്റെ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ആ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേറ്റീവ് ലീഡർ എന്ന് പറയുന്നത്. ഇനി ലേസസ് ഫെയർ ലീഡറാണ് അടുത്തത് വരുന്നത്. ലേസസ് ഫെയർ ലീഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലി ഗീവ്സ് എംപ്ലോയീസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീഡം നൽകുന്ന ആ തരത്തിലുള്ള ആ ഒരു ലീഡർഷിപ്പാണ് ലേസസ് ഫെയർ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലേസസ് ഫെയർ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഫ്രീഡം എന്ന് ഓർത്താൽ മതി. അപ്പോൾ എംപ്ലോയീസിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അവരെ അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇതുകൂടാതെ ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ കൂടെ ഉണ്ട്. ഓട്ടോക്രാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസിഷൻ മേക്കിംഗ് പവർ പൂർണ്ണമായിട്ടും അത് ആരുടെ ചുമതലയായിരിക്കും? അത് മാനേജറുടെ ചുമതലയായിട്ട് അല്ലെങ്കിൽ ലീഡറുടെ ചുമതലയായിട്ട് തന്നെ വെക്കുന്നു. ഡിസിഷൻ മേക്കിങ്ങിൽ എംപ്ലോയീസിനൊന്നും പങ്കെടുപ്പിക്കാത്ത തരത്തിലുള്ള ഒരു സ്റ്റൈൽ കൂടെയുണ്ട്. ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്നാണ് അതിന് പറയുക. ഡെമോക്രാറ്റിക് സ്റ്റൈലാണ് സാധാരണ കൂടുതൽ പ്രൊഡക്ടിവിറ്റിയും അല്ലെങ്കിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലായിട്ട് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്.
ഇനി അടുത്തത് ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സ്റ്റഡീസാണ്. അവരുടെ സ്റ്റഡീസ് അനുസരിച്ച് 2 തരത്തിലുള്ള ലീഡർ ബിഹേവിയേഴ്സാണുള്ളത്. ഒന്ന് ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ, അതായത് ഫോക്കസ്ഡ് ഓൺ ടാസ്ക് കംപ്ലീഷൻ ആൻഡ് റോൾ ക്ലാരിറ്റി. അതായത് ഇത്തരത്തിലുള്ള ലീഡേഴ്സ് ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ ഓരോ ജോബിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓരോരുത്തരുടെയും ജോലി കൃത്യമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് അവർ ആ ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയാണ് ചെയ്യുക. രണ്ടാമത് കൺഫെഡറേഷനാണ്, അതായത് എംഫസൈസ്ഡ് ട്രസ്റ്റ്, മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് എംപ്ലോയി വെൽഫെയർ. ഇപ്പോൾ ജോലി നേടിയെടുക്കുന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ജോലി ചെയ്യിപ്പിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ ആളുകളുടെ തമ്മിലുള്ള പരസ്പര വിശ്വാസം വളർത്തുക, അല്ലെ, മ്യൂച്വൽ റെസ്പെക്റ്റ്, പരസ്പര ബഹുമാനം, എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ കൺഫെഡറേഷൻ, കൂടുതൽ പരിഗണന കൊടുക്കുന്ന രീതിയിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുമുണ്ട്. അപ്പോൾ അത് ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡീസിൻ്റെ 2 ടൈപ്പ് ബിഹേവിയർ സ്റ്റൈൽസാണ് ലീഡേഴ്സിനുള്ളത്. ഇനി യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ സ്റ്റഡീസ് ഉണ്ട്. മിഷിഗൻ സ്റ്റഡീസിൽ അതിൽ 2ആയിട്ട് അവർ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് എംപ്ലോയി ഓറിയൻറ്റഡ് ആണ്, അതായത് ഇൻഡിവിജ്വൽ നീഡ്സ്, എംപ്ലോയീസിൻ്റെ ആവശ്യങ്ങൾ, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതിനൊക്കെയാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുക. പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ അത് ടാസ്കിൻ്റെ കംപ്ലീഷനാണ് ഇവിടെ കൂടുതലും പ്രാധാന്യം കൊടുക്കുക. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ ആസ്പെക്റ്റിനാണ് കൂടുതലും ഫോക്കസ് ചെയ്യുക, അല്ലേ. അതാണ് യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ സ്റ്റഡീസിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇനി കണ്ടിൻജൻസി തിയറീസ് ഓഫ് ലീഡർഷിപ്പിൻ്റെ കണ്ടിൻജൻസി തിയറീസാണ് നമ്മൾ നോക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഫീൽഡേഴ്സ് കണ്ടിൻജൻസി മോഡലാണ്. ഫീൽഡേഴ്സ് കണ്ടിൻജൻസി മോഡൽ ഡെവലപ്ഡ് ബൈ ഫ്രെഡ് ഇ ഫെഡറർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു കണ്ടിൻജൻസി മോഡൽ കൊണ്ടുവന്നത്. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് കോംപ്രഹെൻസീവ് കണ്ടിൻജൻസി ലീഡർഷിപ്പ് മോഡൽ. ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടിൻജൻസി ലീഡർഷിപ്പ് മോഡലിൽ പെടുന്നതാണിത്. അപ്പോൾ ലീഡർഷിപ്പ് എഫക്റ്റീവ്നെസ് അറൈസസ് ഫ്രം ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി ലീഡർ സ്റ്റൈൽ ആൻഡ് സിറ്റുവേഷൻ. അപ്പോൾ ലീഡറുടെ സ്റ്റൈലും ലീഡർഷിപ്പ് സ്റ്റൈലും പിന്നെ ആ സിറ്റുവേഷനും അത് ബന്ധപ്പെട്ടുകൊണ്ടാണ് ലീഡർഷിപ്പിൻ്റെ എഫക്റ്റീവ്നെസ്, എത്രമാത്രം അത് ഫലപ്രദമാണ് എന്നുള്ളത് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കണ്ടിൻജൻസി മോഡലിൻ്റെ ഒരു കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ മെയിനായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ലീഡേഴ്സ് മേ ബി എഫക്റ്റീവ് ഇൻ വൺ സെനാരിയോ ബട്ട് നോട്ട് ഇൻ അനദർ. ലീഡേഴ്സ് എന്ന് പറയുന്നത് അത് സിറ്റുവേഷനിലാണ്, ഒരു സെനാരിയിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ അവർ എഫക്റ്റീവ് ആയിരിക്കാം, മറ്റൊരു സാഹചര്യത്തിൽ അവർ ചിലപ്പോൾ ഇൻഎഫക്റ്റീവ് ആയിരിക്കാം. സിറ്റുവേഷൻ ഡിക്റ്റേറ്റ് ദ റിക്വയർഡ് ലീഡർഷിപ്പ് സ്റ്റൈൽ. അപ്പോൾ ഏതൊരു സിറ്റുവേഷനാണോ അതിനനുസരിച്ചാണ് ലീഡർഷിപ്പ് സ്റ്റൈൽ തീരുമാനിക്കേണ്ടതെന്നുള്ളതാണ് ഇവിടെ പറയുക. ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എ മെക്കനൈസ്ഡ് എൻവയർമെൻറ്റ് വിത്ത് റിപ്പീറ്റേറ്റീവ് ടാസ്ക്. ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു എൻവയർമെൻറ്റ്, അവിടെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആവർത്തനമായിട്ടുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടാസ്ക് ഓറിയൻറ്റഡ് സ്റ്റൈലായിരിക്കും. അതായത് ജോലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, റിലേഷൻഷിപ്പിനൊന്നും കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്ത തരത്തിലുള്ള ടാസ്ക് ഓറിയൻറ്റഡ് സ്റ്റൈലാണ് കൂടുതൽ നല്ലത്. പക്ഷേ ഡൈനാമിക് ആൻഡ് അൺപ്രഡിക്റ്റബിൾ സെറ്റിങ്സ്, അപ്പോൾ ആളുകളൊക്കെ കൂടുതൽ റിലേഷൻഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്ന അത്തരത്തിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സെറ്റിങ്സിൽ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് സ്റ്റൈല്, ആളുകളുടെയൊക്കെ ഒരു കോപ്പറേഷൻ നേടിക്കൊണ്ട് അവരെയൊക്കെ അല്പം കൂടി പരിഗണിച്ചുകൊണ്ട് എംപ്ലോയീസിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് സ്റ്റൈലായിരിക്കും കൂടുതൽ വർക്ക് ആവുക. അപ്പോൾ നമുക്ക് നോക്കാം കീ കോമ്പോണൻസ് ഓഫ് ഫീൽഡേഴ്സ് മോഡൽ. ഫീൽഡേഴ്സ് മോഡലിൻ്റെ കീ കോമ്പോണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കറിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ LPC സ്കെയിലിനെ കുറിച്ചാണ്. അപ്പോൾ ലീഡേഴ്സ് ബിഹേവിയറൽ ഓറിയൻറ്റേഷൻ, ഓരോ ലീഡർമാരുടെയും അവരുടെ ബിഹേവിയറൽ ഓറിയൻറ്റേഷൻ, അവർ ഏത് തരത്തിലുള്ള ലീഡേഴ്സാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അത് പഠിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു മോഡലാണ് ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ, LPC സ്കെയിൽ എന്ന് പറയുക. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ലീഡേഴ്സിനോട് ചോദിച്ചുകൊണ്ട് അവർ ഏത് തരത്തിലുള്ള ലീഡേഴ്സാണെന്ന് മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് പ്രകാരം ഹൈ LPC സ്കോർ, ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആൻസറിൽ നിന്ന് അവർക്ക് ഒരു ഹൈ LPC സ്കോറാണ് കിട്ടുന്നതെങ്കിൽ, അതായത് ആ ഒരു സ്കോർ നിർണ്ണയിക്കുന്നതിന് ഒരു മാനദണ്ഡമുണ്ട്. അതിനനുസരിച്ച് അവർക്ക് ഉയർന്ന സ്കോറാണ് ലഭിക്കുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഇൻഡിക്കേറ്റ്സ് എ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡർ, അതായത് അവർ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡറാണ്. ഹു ഡിസ്ക്രൈബ് ദർ ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ പോസിറ്റീവ്ലി. ഇപ്പോൾ ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് വളരെ ടഫായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി ഉള്ള, അല്ലെങ്കിൽ ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുള്ള എംപ്ലോയീസാണ്, അല്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള എംപ്ലോയീസാണ്. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടൊക്കെയാണ് അഭിപ്രായം പറയുന്നതെങ്കിൽ അയാൾ ഏത് തരത്തിലുള്ള ഒരു ലീഡറാണ്, റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡറാണെന്ന് പറയാം. ഇനി ലോ LPC സ്കോർ, ലോ LPC സ്കോറാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹം ഒരു ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലീഡർ ആയിരിക്കും, അല്ലേ. ഹു ഇവാലുവേറ്റ് ദെയർ ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ നെഗറ്റീവ്ലി. അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്ത ആ ഒരു കോവർക്കറെ അദ്ദേഹം വളരെ നെഗറ്റീവായിട്ടാണ് ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇത് LPC സ്കെയിൽ റിവീൽസ് ലീഡേഴ്സ് മോട്ടിവേഷണൽ ഫോക്കസ്. ഇപ്പോൾ LPC സ്കെയിൽ എന്തിനാണ് സൂചിപ്പിക്കുന്നത്, അദ്ദേഹം ഏത് തരത്തിലുള്ള ലീഡറാണ്, അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷണൽ ഫോക്കസ് എന്താണ്. നോട്ട് ദർ ജഡ്ജ്മെൻറ്റ് ഓഫ് കോവർക്കേഴ്സ്, അദ്ദേഹത്തിന് കോവർക്കേഴ്സിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിനല്ല അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അദ്ദേഹം ഒരു ടാസ്ക് ഓറിയൻറ്റഡ് ആണോ, റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡർ ആണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ തരത്തിലുള്ള ഈ ഒരു ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ സ്കെയിൽ ഉപയോഗിക്കുക.
ഇനി അടുത്തത് സിറ്റുവേഷണൽ ഫേവറബിൾനെസ് ആണ്. അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇറ്റ് മീൻസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ലീഡർഷിപ്പ് സിറ്റുവേഷൻ എനേബിൾസ് ലീഡർ ടു എക്സേർട്ട് ഇൻഫ്ലുവൻസ് ആൻഡ് അച്ചീവ് സക്സസ്. ഇപ്പോൾ എത്രമാത്രം തൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ സിറ്റുവേഷണൽ ഫേവറബിൾനെസ് എന്ന് ഉദ്ദേശിക്കുക. അദ്ദേഹത്തിന് നല്ല രീതിയിൽ ആളുകളുമായിട്ട് ഇടപെടാനും ലീഡർഷിപ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ സിറ്റുവേഷണൽ ഫേവറബിൾനെസ് ഉണ്ടെന്ന് പറയാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 3 ഫാക്ടേഴ്സ്. 3 ഫാക്ടേഴ്സാണ് ഇതിലുള്ളത്. ഒന്ന്, ലീഡർ മെമ്പർ റിലേഷൻസ്, ദ ട്രസ്റ്റ്, റെസ്പെക്റ്റ് ആൻഡ് കോൺഫിഡൻസ് ബിറ്റ്വീൻ ദി ലീഡർ ആൻഡ് സബോർഡിനേറ്റ്സ്. ഒരു ലീഡറും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും അനുയായികളും തമ്മിലുള്ള അല്ലെങ്കിൽ സബോർഡിനേറ്റ്സും തമ്മിലുള്ള ആ ഒരു പരസ്പര വിശ്വാസവും ബഹുമാനവും അതൊക്കെയാണ് ലീഡർ മെമ്പർ റിലേഷൻഷിപ്പിൽ വരിക. ഇപ്പോൾ സിറ്റുവേഷണൽ ഫേവറബിൾനെസ്സിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിൽ രണ്ടാമത് ടാസ്ക് സ്ട്രക്ചറാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ക്ലിയർ ആൻഡ് സ്ട്രക്ചർ ദ ടാസ്ക് ആർ. അതായത് ജോലികളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഓരോരുത്തരും ചെയ്യേണ്ട ജോലികളൊക്കെ കൃത്യമായിട്ട് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ടാസ്ക് ഹൈലി ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ് റെഡ്യൂസസ് ആംബിഗറ്റി, അവ്യക്തത. ജോലി കാര്യങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ജോലി എന്താണെന്ന് അവർ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആംബിഗറ്റി കുറയ്ക്കുന്നു, അവ്യക്തത കുറയ്ക്കുന്നു. ഇൻക്രീസ് ഫേവറബിൾനെസ്, അല്ലേ, ഫേവറബിൾനെസ് കൂട്ടുന്നു. ദെൻ ലീഡേഴ്സ് പൊസിഷൻ പവർ. ലീഡർക്ക് അത് ചെയ്യാനുള്ള അധികാരം, ഒരു മാനേജർക്കാണെങ്കിൽ അദ്ദേഹത്തിന് അതോറിറ്റി ഉണ്ട്, അല്ലേ, പൊസിഷണൽ പവർ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് മറ്റുള്ള ആളുകൾക്ക് സബോർഡിനേറ്റ്സിന് വേണമെങ്കിൽ റിവാർഡ് കൊടുക്കാനും അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കാനൊക്കെ അധികാരമുണ്ടെങ്കിൽ അതും സിറ്റുവേഷണൽ ആയിട്ടുള്ള ഒരു ഫേവറബിൾനെസ്സിനെയാണ് സൂചിപ്പിക്കുക. ഇനി ലീഡർ സിറ്റുവേഷൻ മാച്ച് ആൻഡ് മിസ് മാച്ചാണ് മൂന്നാമത്തെ കാര്യം പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക, ഇവിടെ 3 കീ കോമ്പോണൻറ്റ്സ് ഓഫ് ലീഡേഴ്സ് മോഡൽ. അതിൽ ഒന്നാമത്തതാണ് ലീഡേഴ്സ് ബിഹേവിയറൽ ഓറിയൻറ്റേഷൻ. രണ്ടാമത്തത് നമുക്ക് സിറ്റുവേഷണൽ ഫേവറബിൾനെസ് എന്ന് പറയാം. അതിൽ മൂന്നാമത്തതാണ് അടുത്തത് ലീഡർ സിറ്റുവേഷൻ മാച്ച് ആൻഡ് മിസ് മാച്ച് വരിക, അല്ലേ. അതിൽ ഒപ്റ്റിമൽ മാച്ചസ് ആണ് ഒന്നാമത് പറയുക. ടാസ്ക് ഓറിയൻറ്റഡ് ലീഡേഴ്സും ഉണ്ട്, റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡേഴ്സും ഉണ്ട്. നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ടാസ്ക് ഓറിയൻറ്റഡ് ലീഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സൽ ഇൻ ഹൈലി ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അതായത് സ്ട്രക്ചേർഡ് ടാസ്ക്, ജോലികൾ എന്തൊക്കെയാണുള്ളതെന്ന് കൃത്യമായിട്ട് പറയുകയും ഓരോരുത്തരും ചെയ്യേണ്ട ജോലിയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്യുന്നു, അല്ലേ. ഗുഡ് ലീഡർ മെമ്പർ റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കാം. സ്ട്രോങ് പൊസിഷണൽ പവർ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഹൈലി അൺഫേവറബിൾ. അപ്പോൾ ഇത് നമ്മൾ ഫേവറബിൾ ആയിട്ടുള്ള ലീഡേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഹൈലി അൺഫേവറബിൾ ആണെങ്കിൽ നേരെ തിരിച്ചാണ്, അല്ലേ. ലോ സ്ട്രക്ചേർഡ് ആയിരിക്കും, പുവർ റിലേഷൻഷിപ്പ് ആയിരിക്കും, വീക്ക് പവർ ആയിരിക്കും അവർ ഉപയോഗിക്കുക. അപ്പോൾ ടാസ്ക് ഓറിയൻറ്റഡ് ലീഡേഴ്സിനെ കുറിച്ച് അത് ഫേവറബിളോ ആകാം അൺഫേവറബിളോ ആകാമെന്ന് പറയുന്നു. ദെൻ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പെർഫോം ബെസ്റ്റ് ഇൻ മോഡറേറ്റ്ലി ഫേവറബിൾ സിറ്റുവേഷൻ. അതായത് മിക്സഡ് ലീഡർ മെമ്പർ റിലേഷൻഷിപ്പ് ആൻഡ് ടാസ്ക് സ്ട്രക്ചർ. നമ്മുടെ ടാസ്ക് സ്ട്രക്ചറും അല്ലെങ്കിൽ മെമ്പർ റിലേഷൻഷിപ്പൊക്കെ അത് മിക്സഡായിട്ട് അത് കുറേ കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് ചെയ്യുകയും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഫേവറബിളായിട്ടും ഒക്കെ അങ്ങനെ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡേഴ്സും ആകാമെന്ന് പറയുന്നു. ദെൻ മിസ് മാച്ച് സൊല്യൂഷനാണ് ഇതിൽ പറയുന്ന രണ്ടാമത്. ലീഡർ സിറ്റുവേഷൻ മാച്ച് ആൻഡ് മിസ് മാച്ചിൽ ഒന്നാമത്തെ ഒപ്റ്റിമൽ മാച്ച്, രണ്ടാമത്തത് മിസ് മാച്ച് സൊല്യൂഷൻ. അതായത് സിൻസ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആർ റിലേറ്റീവ്ലി ഫിക്സ്ഡ്, ഇറ്റ് ഈസ് മോർ പ്രാക്ടിക്കൽ ടു പ്ലേസ് ലീഡേഴ്സ് ഇൻ റോൾസ് ദറ്റ് അലൈൻ വിത്ത് ദെയർ നാച്ചുറൽ സ്റ്റൈൽ. അപ്പോൾ ഓരോ ലീഡേഴ്സും അവരുടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്റ്റൈൽ എന്താണോ, ടാസ്ക് ഓറിയൻറ്റഡ് ആണോ, റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ആണോ, അപ്പോൾ അത്തരം കാര്യങ്ങൾ അനുസരിച്ച് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ടാസ്ക് ഓറിയൻറ്റഡ് ലീഡർ മേ ബി അസൈൻഡ് ടു സ്ട്രക്ചേർഡ് പ്രോജക്റ്റ്. അതായത് ഓരോ ലീഡേഴ്സിനെയും അവരുടെ സ്വഭാവത്തിനനുസരിച്ച്, ഇപ്പോൾ ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർ ആണെങ്കിൽ അവരൊരു സ്ട്രക്ചേർഡ് പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി അവരെ ഏൽപ്പിക്കുക, അല്ലേ. റിലേഷൻഷിപ്പ് സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു ലീഡർ ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ജോലി ഏൽപ്പിക്കുക, അല്ലേ. ഓൾട്ടർനേറ്റീവ് ലീഡേഴ്സ് മേ അഡ്ജസ്റ്റ് എൻവയറമെൻറ്റൽ വേരിയബിൾസ് ടു ഫിറ്റ് ദിയർ അപ്രോച്ച്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു മിസ് മാച്ചിൻ്റെ സൊല്യൂഷനായിട്ടാണ് ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള ജോലികൾ മാനേജേഴ്സിനെ അവർ ലീഡർഷിപ്പിൻ്റെ സ്റ്റൈൽ അനുസരിച്ച് ഏൽപ്പിക്കുക എന്നുള്ളത് പറയുക. ഇനി നമുക്ക് പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്താണെന്നുള്ളത്. ലീഡർഷിപ്പ് സ്റ്റൈൽസ് അതിൽ പ്രധാനമായിട്ട് ഇത് നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഒന്ന് തന്നെയാണ്. ഒന്നാമത് അതോറിറ്റേറിയൻ അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പാണ്. നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞിരുന്നു ഡെമോക്രാറ്റിക്, ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ ലേസർ ഫെയർ, അങ്ങനെ 3 സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞു, അല്ലേ. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഇവിടെ ലീഡർഷിപ്പ് സ്റ്റൈൽസിൽ വരിക. ഇപ്പോൾ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത പഠിച്ചിരിക്കുക. അവർ മേക്സ് ഓൾ ഡിസിഷൻ, അവർ സ്വന്തമായിട്ട് തീരുമാനം എടുക്കും. എല്ലാ ആക്ടിവിറ്റീസും അവർ തന്നെ കൺട്രോൾ ചെയ്യും, അല്ലേ. ഗീവ് ക്ലിയർ ഓർഡേഴ്സ്, മറ്റുള്ള ആളുകൾക്ക് ഉത്തരവിടുന്നു, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നു, അല്ലേ. സബോർഡിനേറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഒബേ വിത്തൗട്ട് ഇൻപുട്ട്, അല്ലേ. അവരുടെ സജഷൻ, ഇൻപുട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ സജഷനോ അത്തരം കാര്യങ്ങളൊന്നും സബോർഡിനേറ്റ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ജസ്റ്റ് ഒബേ, എന്താണോ ഈ ലീഡർ പറയുന്നത് അത് അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയുക. അതൊരു ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ്. അതിൽ സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ് ആവാം, അതായത് നെഗറ്റീവായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കുന്ന ഓട്ടോക്രാറ്റുകളുണ്ടാവാം. അപ്പോൾ മറ്റുള്ള ആളുകളെ, എംപ്ലോയീസിനെ വിമർശിച്ചുകൊണ്ട്, ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട്, അവർക്ക് ശിക്ഷകൾ നൽകിക്കൊണ്ട് അങ്ങനെയുള്ള ഓട്ടോക്രാറ്റുകളാണ് സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ്. അത് ബെനവളൻ്റ് ഓട്ടോക്രാറ്റ് ആകാം, അതായത് പോസിറ്റീവ് മോട്ടിവേഷൻ അവർ കൊടുക്കുക,
അതായത് അവർ കൃത്യമായിട്ടുള്ള ഓർഡറുകളൊക്കെ നൽകും, മറ്റുള്ളവർക്ക് ജോലി ചെയ്യിപ്പിക്കും, പക്ഷേ റിവാർഡുകളും പ്രൈസ് അവരെ പുകഴ്ത്തലുകളൊക്കെ നടത്തും. അത് ബെനവളൻ്റ് ഓട്ടോക്രാറ്റാണ്. മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ് ഉണ്ടാവാം. പ്രിറ്റൻസ് ടു ഇൻവോൾവ് സബോർഡിനേറ്റ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിൽ എംപ്ലോയീസിനെ പങ്കെടുപ്പിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയോ അല്ലേ, അങ്ങനെ ഒരു നാട്യം പ്രിറ്റൻഡ് ചെയ്യിപ്പിക്കുന്നു. ഡിസിഷൻസ് ആർ ഓൾറെഡി അവർ ഡിസിഷനൊക്കെ എടുത്തിട്ടുണ്ടാവും. ഈ ഓട്ടോക്രാറ്റായിട്ടുള്ള മാനേജർ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും, പക്ഷേ മറ്റുള്ള ആളുകളെ കൂടി തീരുമാനം എടുപ്പിക്കുന്നതിൽ പങ്കെടുപ്പിക്കുന്നതിൽ ജസ്റ്റ് ഒരു ധാരണ പരത്തുന്നു. അതാണ് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഓട്ടോക്രാറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിന് അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. പെട്ടെന്ന് തീരുമാനം എടുക്കാൻ വേണ്ടി അത് സഹായിക്കുന്നുണ്ട്. സ്ട്രോങ് കൺട്രോൾ ഉണ്ടാവും. വർക്ക്സ് ഇൻ അൺമോട്ടിവേറ്റഡ് ടീംസ്. സ്വയം മോട്ടിവേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേറ്റഡ് അല്ലാത്ത ആളുകൾക്കിടയിലൊക്കെ ഇത്തരത്തിൽ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ് നല്ലത്. അതാണ് ആർമി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ, മിലിറ്ററിയിലൊക്കെ ഓട്ടോക്രാറ്റിക് സ്റ്റൈലാണ് അല്ലേ. പെട്ടെന്ന് തീരുമാനം എടുക്കാനൊക്കെ അത് വളരെ ഫലപ്രദമാണ്. അതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ലോ മൊറയിൽ ആളുകൾക്ക്, എംപ്ലോയീസിന് സ്ഥാപനത്തിൽ ആത്മാർത്ഥത കുറയും, നിരാശ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലാക്ക് ഓഫ് ഇനീഷ്യേറ്റീവ്, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടാം. ഡിപ്പെൻഡൻസി, എപ്പോഴും മറ്റുള്ള ആളുകൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം, ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുക. ഇനി ഫ്രീ റെയിൻ അല്ലെങ്കിൽ ലേസർ ഫെയർ ലീഡർഷിപ്പിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ഇവിടെ സബോർഡിനേറ്റ്സ് ആർ ഗിവൺ കംപ്ലീറ്റ് ഫ്രീഡം ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇവിടെ സുപ്പീരിയർ ഓഫീസേഴ്സ് എല്ലാ ജോലികളും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ചെയ്യാൻ വേണ്ടി എംപ്ലോയീസിനെ ഏൽപ്പിക്കുകയാണ് അല്ലേ. അപ്പം മിനിമൽ ലീഡർഷിപ്പ് ഇൻ്റർവെൻഷനാണ്, അല്ലെങ്കിൽ ലീഡേഴ്സിൻ്റെ ഇൻ്റർവെൻഷൻ, അവരുടെ ഇടപെടൽ എന്ന് പറയുന്നത് ഏറ്റവും കുറവായിരിക്കും. ദ ലീഡർ പ്രൊവൈഡ്സ് റിസോഴ്സസ് ആൻഡ് കോൺടാക്ട്സ് ബട്ട് ഡസ് നോട്ട് ഗൈഡ് ഡയറക്ട്ലി. അവർക്ക് ജോലി ചെയ്യാൻ ആവശ്യമുള്ള വിഭവങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കും, പക്ഷേ അവർ നേരിട്ട് അങ്ങോട്ട് ഡയറക്റ്റായിട്ട് അവർ ഗൈഡ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീഡം എംപ്ലോയീസ് നൽകുകയാണ്. ഇത് സാധാരണ സ്യൂട്ടബിൾ ആകുന്നത്, എപ്പോഴാണ് സ്യൂട്ടബിൾ ആകുന്നത്, ഹൈലി ക്വാളിഫൈഡ്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യുന്ന, കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ ആണെങ്കിലാണ് ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആകുക. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്യാൻ ലീഡ് ടു ലാക്ക് ഓഫ് ഡയറക്ഷൻ ഇഫ് ടീംസ് നോട്ട് സെൽഫ് മോട്ടിവേറ്റഡ്. സെൽഫ് മോട്ടിവേഷൻ ഇല്ലാത്ത ഒരു ഗ്രൂപ്പിന്മേലാണ് ഇത്തരത്തിൽ ലേസർ ഫെയർ ലീഡർഷിപ്പ് സ്റ്റൈൽ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണമെന്നില്ല. കാരണം സ്വയം അവർ ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറാകാത്ത എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ ഗുണകരമാകില്ല. ഇനി ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ദ ലീഡർ എൻകറേജസ് ടീം ഇൻപുട്ട് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ആ ഒരു ടീമിൻ്റെ, എംപ്ലോയീസിൻ്റെയൊക്കെ ഇൻപുട്ട്, അവരുടെ സജഷനൊക്കെ ഡിസിഷൻ മേക്കിങ്ങിൽ ഉപയോഗിക്കുന്നു. ആൻഡ് ഷെയർസ് റെസ്പോൺസിബിലിറ്റി ഫോർ ഔട്ട്കംസ്. ഇനി അതിൻ്റെ റിസൾട്ട് എന്താണോ, നമ്മൾ ജോലി എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണോ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഈ ഒരു പാർട്ടിസിപ്പേറ്റ് ലീഡർ ഏറ്റെടുക്കുകയും ചെയ്യും. അത് ഫെയിലർ ആണെങ്കിലും സക്സസ് ആണെങ്കിലും അതിൻ്റെ കൂടെ പങ്കുപറ്റുന്നു അല്ലേ. അതോറിറ്റി ഈസ് ഡീസെൻട്രലൈസ്ഡ്, അധികാരം താഴ്ത്തട്ടിലൂടെയും കൊടുക്കുകയാണ് ചെയ്യുക. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് മൊറയിൽ, കോപ്പറേഷൻ, പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും, ആളുകളുടെ മൊറയിൽ, സ്ഥാപനത്തിൽ ആത്മാർത്ഥത കൂടുന്നു. ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ്, ലെസ് എഫക്റ്റീവ് വിത്ത് ലോവർ ലെവൽ എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ അത് അത്ര എഫക്റ്റീവ് അല്ല. ഹി മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് കോംപ്ലക്സ് ഇഷ്യൂസ് അല്ലേ, കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾക്കുണ്ടൊക്കെ ഇത് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ദെൻ പെറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പാണ് അടുത്ത് പറയുന്നത്. പെറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാദർ എന്ന നിലയിൽ അത് നോക്കുക. ദ ലീഡർ ആക്ട്സ് ലൈക്ക് എ ഫാദർ ഫിഗർ. ഒരു വീട്ടിലൊരു കുടുംബനാഥൻ പെരുമാറുന്ന പോലെ എപ്പോഴും ഗൈഡിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് സബോർഡിനേറ്റ്സ്. ആ സബോർഡിനേറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്, അവരെ ഗൈഡ് ചെയ്തുകൊണ്ട് മുന്നിലുണ്ടാവും. ആൻഡ് ഓഫറിംഗ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് ബെനിഫിറ്റ്സ്. ജോലി സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും. ഇത് സാധാരണ സ്യൂട്ടബിൾ ആകുന്നത് വേർ എംപ്ലോയീസ് വാല്യൂ സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട്. എപ്പോഴും ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആളുകളുടെ ഇടയിലാണ് ഇത് കൂടുതലായിട്ടും അത്തരത്തിലുള്ള കൾച്ചറിലാണ്. ഉദാഹരണത്തിന് ജാപ്പനീസ് കൾച്ചറിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു പാറ്റേണലിസ്റ്റ് ലീഡർഷിപ്പാണ് ഉണ്ടാവുക. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് ലോയൽറ്റി ആൻഡ് ഹാർഡ് വർക്ക് ഫ്രം സബോർഡിനേറ്റ്സ് സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിസ് മേക്ക് ഓഫ് റിസൻമെൻറ്റ് ഇൻ മച്വർ എംപ്ലോയീസ് ഹു പ്രിഫർ ഓട്ടോണമി. സ്വയമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മച്വേർഡ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ കേസിന് അവർക്കൊരു റിസൻമെൻറ്റ്, അവർക്കൊരു ഇത്തരത്തിലുള്ള ഒരു നീരസമൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. അതാണ് റിസൻമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുക. ഇനി കരിസ്മാറ്റിക് ലീഡർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. കരിസ്മാറ്റിക് ലീഡർഷിപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. ദ ലീഡർ അട്രാക്ട്സ് ഫോളോവേഴ്സ് ത്രൂ ദെയർ പേഴ്സണാലിറ്റി ആൻഡ് ചാം റാദർ ദാൻ ഫോർമൽ പവർ. ഒരു ലീഡർ, ഇവിടെ കരിസ്മാറ്റിക് ലീഡർഷിപ്പ് ഫോളോ ചെയ്യുന്ന ലീഡർ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ പവർ ഉപയോഗിച്ചല്ല, അധികാരം ഉപയോഗിച്ചല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി, വ്യക്തിത്വം, അതിൻ്റെ ഒപ്പം തന്നെ ചാം, മറ്റുള്ള ആകർഷിക്കാനുള്ള കഴിവ്, അതൊക്കെയാണ് അദ്ദേഹം ലീഡറായിട്ട് ഉപയോഗിക്കുക. കരിസ്മാറ്റിക് ലീഡേഴ്സ് ആർ ഗുഡ് അറ്റ് റീഡിംഗ് ദ എൻവയറമെൻറ്റ് ആൻഡ് അഡാപ്റ്റിംഗ് ടു ഇറ്റ്. നിലവിലുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി കഴിവുള്ള ആളുകളാണ് കരിസ്മാറ്റിക് ലീഡേഴ്സ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് ഇൻസ്പയർസ് ഡിവോഷൻ, അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് ഡിവോട്ടറായിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി
അവർക്ക് സാധിക്കുന്നു. ക്രിയേറ്റ്സ് എ സ്ട്രോങ് ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി, ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു. ആൻഡ് ബിൽഡ്സ് എ ഒരു ലോയലായിട്ടുള്ള ആത്മാർത്ഥത ഉള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു അല്ലേ. ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ക്യാൻ ക്രിയേറ്റ് ഡിപ്പെൻഡൻസ് ഓൺ ദി ലീഡർ ആൻഡ് ലീഡ് ടു ഇഷ്യൂസ് ഇഫ് ദ ലീഡേഴ്സ് ഇൻഫ്ലുവൻസ് പെയിൻസ് അല്ലേ. അതായത് തെറ്റായിട്ട് രീതിയിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും ഈ ഇവിടുത്തെ എംപ്ലോയീസ് ഈ ലീഡറെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക, എപ്പോഴും അവരെ ആശ്രയിച്ച് നിൽക്കുക തുടങ്ങിയ തരത്തിലുള്ള ആ ഒരു ഡിസഡ്വാൻറ്റേജും ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു വയ്ക്കേണ്ടത്. ബാക്കി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.